ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കർത്താവായ യേശുക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ. 2 തിമോത്തി 3-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ, എന്നാൽ യേശുക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് പിശാചിന്റെ ദുരാത്മാവിന്റെ ഉപദ്രവം ഉണ്ടാകുമെന്ന്. ചിലർ പറയുന്നു, ദൈവകൃപയുണ്ടെങ്കിൽ പിശാചിന്റെ ഉപദ്രവം, പീഡനം ഉണ്ടാകത്തില്ല എന്ന്. ഹല്ലേലൂയ. അത് വെറുതെയാണ്. ഹല്ലേലൂയ. അത് വെറുതെ പറയുന്നതാണ്. പിശാചിനോട്, ദുരാത്മാവിനോട് പൗലോസ് യുദ്ധം ചെയ്തു. ദുരാത്മാവുമായി പോരാട്ടം ഇല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ ഉള്ളവരല്ല. അപ്പോസ്തലനായ പൗലോസ് പിശാചുമായി യുദ്ധം ചെയ്തുവെങ്കിൽ നമ്മുടെ കാര്യം പറയണമോ? 2 തിമോത്തി 3-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ, ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. ഹല്ലേലൂയ. ദുഷ്ടമനുഷ്യർ സാത്താനെ കൂട്ടുപിടിച്ച് സാത്താൻ നേരിട്ട് പോരാട്ടം നടത്തുന്നതിനു പകരം മനുഷ്യൻ സാത്താൻ സേവയിലൂടെ ദുരാത്മാക്കളെ അയക്കുന്നു. സാത്താന്റെ മായ ജാലകന്മാർ, കള്ളപ്രവാചകന്മാർ, ഹല്ലേലൂയ, സാത്താന്റെ പള്ളിക്കാരുടെ പള്ളിയിൽ നിന്നും സാത്താന്റെ പള്ളിക്കാരുടെ പള്ളിയിൽ നിന്നും ഇടയന്മാരോ വിശ്വാസികളോ മാറിപ്പോയാൽ വിശ്വാസിക്കു നേരെ ദുരാത്മാവിനെ അയക്കും. മുല്ലക്കര ദേവസി എന്ന കള്ളപ്രവാചകന്റെ പള്ളിയിൽ നിന്നും നിരവധി പാസ്റ്റർമാരും വിശ്വാസികളും മാറിപ്പോയിരുന്നു. മാറിപ്പോയവർക്ക് എതിരെ ദുരാത്മാവിനെ ഇപ്പോഴും അയച്ചുകൊണ്ടിരിക്കുന്നു. എറണാകുളത്തെ ശുശ്രൂഷകനായിരുന്ന സജി, ചെന്നൈയിലെ ശുശ്രൂഷകനായിരുന്ന തോമസ്, നിരവധി പാസ്റ്റർമാരുണ്ട്, വിശ്വാസികളും ഉണ്ട്. അവർക്ക് എതിരെ ദുരാത്മാവിനെ അയച്ച് ആക്സിഡന്റുകളും പൈശാചിക ബന്ധനക്കെട്ടുകളും പല രീതിയിലുള്ള ഉപദ്രവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പൊൻകുന്നത്തെ പാസ്റ്ററിന് എതിരെ വെളിച്ചപ്പാടിനെ അയച്ചിട്ടുണ്ട്. ധാരാളം വിശ്വാസികൾക്കും അയച്ചിട്ടുണ്ട്. ചിലർ മരണപ്പെട്ടിട്ടുമുണ്ട്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങളിൽ, ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. ദൈവം ഏകനെന്ന് പിശാചുക്കൾ വിശ്വസിക്കുന്നു. പിശാച് ദൈവത്തിനടുത്ത് വരുമ്പോൾ വിറയ്ക്കുകയാണ്. എന്നാൽ മൂഢനായ മനുഷ്യ, നീ പ്രവർത്തിക്കുന്ന പ്രവൃത്തി പിശാചിൻ്റെക്കാളും നീചമുള്ളതാണോ? നീ പ്രവർത്തിക്കുന്ന സകല പ്രവൃത്തികളും പിശാചിനേക്കാളും നീചമുള്ളതാണോ? നീചമുള്ളതാണ് നീ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മുല്ലക്കര ദേവസ്യയ്ക്ക് 50% പിശാചിന്റെ ശക്തി ഉണ്ടായിരുന്നു. കൂടെയുള്ള ഇടയന്മാർ ഗ്രൂപ്പുകളായി നുണപ്രചരണം നടത്തി. തമ്മിൽ എതിർപ്പുകൾ ഉണ്ടായി.
നുണകൾ മുല്ലക്കരയുടെ ചെവിയിൽ എത്തിക്കും. അങ്ങനെ ആദ്യമായി പൊൻകുന്നത്തെ ശുശ്രൂഷകന് എതിരെ നോട്ടീസ് കൊടുത്തു. യാതൊരു തെറ്റും ചെയ്യാത്ത, സ്വന്തം കയ്യിലെ പണം മുടക്കി ദൈവസഭയെ, കൂട്ടായ്മയെ വളർത്തിയ ഇടയനെ മാറ്റി മറ്റൊരു ശുശ്രൂഷകനെ കുത്തിക്കയറ്റുവാൻ ശ്രമിച്ചു. ഇതിന് ഇടയൻ സമ്മതിച്ചില്ല. മുല്ലക്കര ഈ ഇടയന് മാറ്റി. ഇടയൻ സ്വന്തമായി കൂട്ടായ്മ പൊൻകുന്നത്തു തന്നെ തുടങ്ങി. ഈ കൂട്ടായ്മയ്ക്ക് എതിരെ പല തലത്തിലും പിശാചിനെ അയച്ച് കൂട്ടായ്മയെ ഭിന്നിപ്പിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവം നാൾതോറും ഈ സഭയെ ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുന്നു. മുല്ലക്കരയുടെ ചെവിയിൽ നുണ വ്യാപരിക്കാൻ തുടങ്ങിയത് മുല്ലക്കരയുടെ ചെവിയിൽ നുണ വ്യാപരിക്കാൻ തുടങ്ങിയത് ഓരോ ജില്ലയിലും കൺവെൻഷൻ 3, 4, 5 ദിവസം നടത്തുവാൻ തുടങ്ങിയപ്പോഴാണ് ഇടയന്മാരുടെ ചില ഭാര്യമാർ മറ്റ് ഇടയന്മാരെക്കുറിച്ചും വിശ്വാസികളെക്കുറിച്ചും നുണ പറഞ്ഞു കൊടുക്കുവാൻ തുടങ്ങി. പ്രത്യേകിച്ച് മുല്ലക്കരയ്ക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ത്രീകൾ പറഞ്ഞു കൊടുക്കുന്ന നുണ മുല്ലക്കര വിശ്വസിക്കും. അത് കേട്ട് അതുപോലെ പ്രവർത്തിക്കും, അതനുസരിച്ച് പ്രസംഗിക്കും. ഹല്ലേലൂയ. ഇല്ലാത്ത കാര്യങ്ങളാണ് ഓരോന്നായി പറഞ്ഞു കൊടുക്കുന്നത്. ഹല്ലേലൂയ. ചില ഇടയന്മാരും വിശ്വാസികളും സഭ വിട്ട് മാറിപ്പോകും. നേരിട്ടും ഹല്ലേലൂയ ചില ഇടയന്മാരെയും വിശ്വാസികളെയും ശാസിക്കും. ഹല്ലേലൂയ. മാറിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് എതിരെ ദുരാത്മാവിനെ അയക്കും. ദുരാത്മാക്കളെയും പിശാചിനെയും വെളിച്ചപ്പാടിനെയും അയച്ച് ഇപ്പോൾ മുല്ലക്കര ദേവസ്യ 100% പിശാചായി മാറി. നുണ പറഞ്ഞ ഇടയനും ഭാര്യയും കുടുംബവും സമ്പന്നരാകും. പണവും സ്വത്തും അവർക്ക് വർദ്ധിക്കും. നുണ പറഞ്ഞു കൊടുത്ത് ഹല്ലേലൂയ അവർ സമ്പന്നരായി. ഹല്ലേലൂയ. ഇപ്പോൾ മുല്ലക്കര ഫുൾ പിശാചായും നുണ പറഞ്ഞവർ വലിയ സൗകര്യത്തിലും ആയി. ഇത് ദൈവം കൊടുത്തതല്ല, നുണയൻ പിശാച് കൊടുത്തതാണ്. നുണ പറയാത്ത ഇടയ കുടുംബങ്ങൾ ഇപ്പോഴും ദരിദ്രരായി ജീവിക്കുന്നു. മാറിപ്പോയ ഇടയന്മാർ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. ചില രഹസ്യ വിവരങ്ങളും നുണകളും തിരുവനന്തപുരത്തെ ഇടയനും ഭാര്യയും ചേർന്ന് മുല്ലക്കരയുടെ ചെവിയിൽ വർഷങ്ങളായി എത്തിച്ചുകൊണ്ടിരുന്നു. മുല്ലക്കരയുടെ സ്വന്തം മകളുടെ ഭർത്താവിനെതിരെയും നെടുമങ്ങാട് ചർച്ചിനെതിരെയും മരുമകൻ്റെ അപ്പൻ്റെ സഭയ്ക്കെതിരെ നിരവധി പ്രശ്നങ്ങൾ മുൻപും മുല്ലക്കര ഉണ്ടാക്കിയിട്ടുണ്ട്. മരുമകൻ്റെ വെള്ളപ്പാണ്ടിൻ്റെ ഉത്തരവാദി മുല്ലക്കരയാണ്. ആത്മാവിനെ അയച്ച് കൈകളിലും ശരീരത്തും വെള്ളപ്പാണ്ട് വരുത്തി. ഈ വെള്ളപ്പാണ്ട് വരുത്തിയത് എന്തിനെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാം. മുല്ലക്കരയെ ഇവരുടെ സഭയിൽ മറ്റു പല പ്രവർത്തനങ്ങൾക്കും ഇവർ ക്ഷണിക്കാറില്ല. മറ്റു സഭകളുമായി ചേർന്ന് നടത്തുന്ന
കാര്യങ്ങൾ നിരവധിയുണ്ട്. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഇവർക്കും ഈ സഭയ്ക്കും എതിരെ തിരുവനന്തപുരത്തെ ഇടയനും ഭാര്യയും കൂടെയുള്ളവരും ചേർന്ന് നുണകൾ മുല്ലക്കരയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുപ്രകാരമാണ് മുല്ലക്കര പിശാചിനെ അയക്കുന്നത്. വെള്ളപ്പാണ്ട് പിന്നെ മാറ്റാമെന്ന് കരുതിയതാണ്, പക്ഷെ ചെയ്തുപോയി. ഇപ്പോൾ മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലായി. ഹല്ലേലൂയ. അപ്പോൾ തിരുവനന്തപുരത്തെ ഇടയനും ഭാര്യയും നുണയിലൂടെ സമ്പന്നരായി. നുണയുടെ പ്രതികാരം മുല്ലക്കര തുടർന്നുകൊണ്ടിരിക്കുന്നു. കണ്ണൂർ പുളികോമിലെ അച്ഛൻ അമ്മ കിളിക്കൂട് ഓൾഡ് ഏജ് ഹോം അടച്ചു പൂട്ടി. യൂട്യൂബിൽ ചാനൽ പ്രസംഗം നിർത്തിയിട്ട് മാസങ്ങൾ പലതും കഴിഞ്ഞു. കൂട്ടായ്മയിൽ പോക്കും മുല്ലക്കര കുറച്ചു. എറണാകുളത്തെ അരമന ചർച്ച് ഓഫ് ഇറ്റേണിറ്റി കെട്ടിടത്തിൽ രഹസ്യ അറയിൽ കിടന്ന് സമയത്തും അസമയത്തും സ്ത്രീകൾ പറഞ്ഞുകൊടുത്ത നുണകളുടെ കാര്യങ്ങൾ വച്ച് ദുരാത്മാവിനെ എതിരാളികൾക്ക് എതിരെ അയച്ചുകൊണ്ടിരിക്കുന്നു. എന്തു ചെയ്യാൻ? ശീലിച്ചുപോയി. മാറ്റാൻ കഴിയാത്തൊരു അവസ്ഥയുമായി. ഹല്ലേലൂയ. ചാകുന്നതിനു മുമ്പേ പിശാചിനെ അയച്ച് സ്ത്രീകൾ പറഞ്ഞ ചിലരെ കൊന്നിട്ട് മരിക്കാമെന്ന് പിശാചിനോട് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് മുല്ലക്കര. 140 സങ്കീർത്തനങ്ങൾ 8 വാക്യത്തിൽ യഹോവേ ദുഷ്ടന്റെ ആഗ്രഹങ്ങളെ നൽകരുതേ, നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ദുരുപായം സാധിപ്പിക്കുകയും അരുതേ. 9 വാക്യത്തിൽ എന്നെ വളഞ്ഞിരിക്കുന്നവരുടെ തലയോ അവരുടെ അധരങ്ങളുടെ ദ്രോഹം അവരെ മൂടിക്കളയട്ടെ. 10 വാക്യത്തിൽ തീക്കനൽ അവരുടെ മേൽ വീഴട്ടെ, അവൻ അവരെ തീയിലും എഴുന്നേൽക്കാതെ വണ്ണം കുഴിയിലും ഇട്ടുകളയട്ടെ. ദാവീദിനെ കൊല്ലുവാൻ ശൗലും പടയാളികളും യുദ്ധത്തിനിറങ്ങിയപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ച വാക്യങ്ങളാണ് വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. മുല്ലക്കരയ്ക്ക് എതിരെയും പ്രാർത്ഥിക്കുന്നു. മുല്ലക്കരയുടെ എതിർപ്രാർത്ഥനയുടെ ശക്തി പരിശുദ്ധാത്മാവിന്റെ തീയാൽ എരിഞ്ഞു പോകട്ടെ. തീക്കനൽ അവന്റെ മേൽ വീണ് തുട്ട ശക്തികൾ, സാത്താന്യ ശക്തികൾ എരിഞ്ഞു പോട്ടെ. നാസ്രായനായ യേശുവിന്റെ നാമത്തിൽ. 1 യോഹന്നാൻ 3 അധ്യായം അതിൻ്റെ 8 വാക്യത്തിൽ പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പാപം ചെയ്യുന്ന മുല്ലക്കര അധർമ്മവും ചെയ്യുന്നു. പണം ധാരാളം ഉണ്ടാക്കി പാപങ്ങൾക്ക് 5 രൂപ പോലും കൊടുക്കത്തില്ല. നുണ പറയുന്നവർക്ക് വാരിക്കോരി കൊടുക്കും. വിശ്വാസികളെ വഞ്ചിച്ച് പിഴിഞ്ഞുണ്ടാക്കിയ പണം സ്വന്തം മരുമകന് പോലും വേണ്ട. സ്വന്തം മകളുടെ ഭർത്താവിനെ സ്നേഹിക്കാത്ത ഈ അധർമ്മമൂർത്തി നമ്മെ പോലുള്ളവരെ വെറുതെ വിടുമോ? മുല്ലക്കരയെ ഫുൾ
പിശാചാക്കിയത് ഇപ്പോൾ കൂടെയുള്ള ഇടയന്മാരും നുണച്ചി ഭാര്യമാരുമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് നമ്മുടെ യേശു കർത്താവ് പറഞ്ഞു. എനിക്കെതിരെയും നിങ്ങൾക്കെതിരെയും അയച്ചുകൊണ്ടിരിക്കുന്ന ദേവസ്യ മുല്ലക്കര എന്ന ദുരാത്മാവിനെ അവന്റെ നെഞ്ചത്തുകൂടി നമുക്ക് ചവിട്ടി നടക്കാം. വിശ്വാസി മക്കൾ മനുഷ്യ പിശാചിന്റെ നെഞ്ചത്ത് ചവിട്ടി നടന്നാൽ യേശു ക്രിസ്തുവിലായവരുടെ എല്ലാ ഉപദ്രവവും മാറിപ്പോകുമെന്ന് നമ്മൾ വിശ്വസിക്കണം. വായിച്ചു കേട്ട കുറിവാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസിനുണ്ടായ മാനുഷിക സാത്താന്യ ഉപദ്രവത്തിനായി അനുഭവിച്ച് അറിഞ്ഞത് ഹല്ലേലൂയ നമ്മൾ കേട്ടുവല്ലോ. ഇത്തരം വചനങ്ങളാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.